നെക്സ്റ്റ് സെക്ഷൻ ഓയിലേഴ്സ് 5 ഫംഗ്ഷൻ. ഇതൊരു നമ്പർ തിയറിറ്റിക് ഫംഗ്ഷനാണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. ദി നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ n and prime to it is denoted by phi of n and is known as Euler's torsion or phi function. അതായത് n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ, ദെൻ എന്നിനേക്കാൾ താഴെയുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ നമ്പേഴ്സിനെയാണ് ഓയിലേഴ്സ് ടോർഷൻ ഓർ ഫൈ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഫൈ ഓഫ് n എന്നാണ്. ഈ ഫംഗ്ഷന് ചില ടൈമിൽ ഇൻഡിക്കേറ്റർ എന്നും വിളിക്കാറുണ്ട്. 1 എല്ലാ നമ്പേഴ്സിൻ്റെയും ഡിവൈസറാണ്. 2വിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 2വിനേക്കാൾ താഴെയുള്ള പോസിറ്റീവ് ഇൻറ്റിജർ 1 മാത്രമായതുകൊണ്ട് ഫൈ ഓഫ് 2 ഈക്വൽ ടു 1. 3യേക്കാൾ താഴെയുള്ള ആ നമ്പറിനോട് റിലേറ്റീവ്ലി പ്രൈമായ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 1ഉം 2ഉമാണ്. സോ ഫൈ ഓഫ് 3 ഈക്വൽ ടു 2. 1 and 3 4നോട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഫൈ ഓഫ് 4 ഈക്വൽ ടു 2. ദെൻ 1 2 3 4 ഈ 4 നമ്പേഴ്സും 5നോട് റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് ഫൈ ഓഫ് 5 ഈക്വൽ ടു 4. 6നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ളത് 1ഉം 5ഉമാണ്. സോ ഫൈ ഓഫ് 6 ഈക്വൽ ടു 2 ആൻഡ് സോ ഓൺ. എബവ് ഡെഫിനിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫൈ ഓഫ് 1ന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. കാരണം 1നേക്കാൾ താഴെ വേറെ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഒന്നും തന്നെയില്ല. എന്നാലും ഫൈ ഓഫ് 1 ഈക്വൽ ടു 1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ദെൻ n ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എന്നിനേക്കാൾ താഴെയുള്ള എല്ലാ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഈ കേസിൽ ഫൈ ഓഫ് n ഈക്വൽ ടു n-1 ആയിരിക്കും. അതുപോലെ 1നേക്കാൾ ഗ്രേറ്ററായ ഏതൊരു കോമ്പോസിറ്റ് നമ്പർ ചൂസ് ചെയ്താലും ആ നമ്പറിന് 1ഉം ആ നമ്പറും അല്ലാതെ അറ്റ്ലീസ്റ്റ് 1 പോസിറ്റീവ് ഡിവൈസർ d എങ്കിലും ഉണ്ടായിരിക്കും. ഈ ഡിവൈസർ d 1 ലെസ് ദാൻ d ലെസ് ദാൻ n എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് 1 2 3 എക്സെട്ര എന്നിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത അറ്റ്ലീസ്റ്റ് 2 ഇൻറ്റിജേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കും, ഡിയും എന്നും. സോ 1 2 3 എക്സെട്ര എന്നിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായ ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-2 ആയിരിക്കും. ദാറ്റ് ഈസ് ഫൈ ഓഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-2 ആയിരിക്കും. സോ ഫോർ n ഗ്രേറ്റർ ദാൻ 1 ഫൈ ഓഫ് n ഈക്വൽ ടു n-1 ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻ കണ്ടീഷനാണ് n ഒരു പ്രൈം നമ്പർ ആയിരിക്കണം എന്നുള്ളത്. ദാറ്റ് ഈസ് ഫോർ n ഗ്രേറ്റർ ദാൻ 0 ഫൈ ഓഫ് n ഈക്വൽ ടു n-1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഈസ് എ പ്രൈം നമ്പർ. ഇനി നമുക്ക് ഫൈ ഫംഗ്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ നിന്നും ഫൈ ഓഫ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നെക്സ്റ്റ് 3 തിയറംസ് യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്യുന്നത്. ആദ്യം n ഏതെങ്കിലും ഒരു പ്രൈമിൻ്റെ പവർ ഫോമിലാണെങ്കിൽ ഫൈ ഓഫ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. p ഒരു പ്രൈം നമ്പറും k ഒരു പോസിറ്റീവ് ഇൻറ്റിജറും ആണെങ്കിൽ ഫൈ ഓഫ് p റേസ്റ്റ് k ഈക്വൽ ടു p റേസ്റ്റ് k ഇൻറ്റു 1 മൈനസ് 1/p ആയിരിക്കുമെന്നാണ് ഫസ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 1, if p is a prime number and k greater than 0, then phi of p raised to k equal to p raised to k minus p raised to k minus 1, which is equal to p raised to k into 1 minus 1/p. p ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ n ചൂസ് ചെയ്താലും n ഉം p raised to k യും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ p n-ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കരുത്. 1 മുതൽ p raised to k വരെയുള്ള ഇൻറ്റിജേഴ്സിൽ p ഫാക്ടറായിട്ട് വരുന്ന ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം ആകെ p raised to k-1 മാത്രമാണ്. അവ p 2p 3p എക്സെട്ര p raised to k-1 into p ഇവയാണ്. ഈ നമ്പേഴ്സ് ഒന്നും തന്നെ p raised to k-യോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുകയില്ല. ഈ നമ്പേഴ്സ് ഒഴികെ 1 മുതൽ p raised to k വരെയുള്ള ഇൻറ്റിജേഴ്സിലെ ബാക്കി എല്ലാ ഇൻറ്റിജേഴ്സും p raised to k-യോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. അതായത് p raised to k മൈനസ് p raised to k-1 ഇൻറ്റിജേഴ്സ് p raised to k-യോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ 1 മുതൽ p raised to k വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റിൽ p raised to k-യോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എക്സാക്ട്ലി p raised to k മൈനസ് p raised to k-1 ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. സോ ബൈ ദി ഡെഫിനിഷൻ ഓഫ് ഫൈ ഫംഗ്ഷൻ ഫൈ ഓഫ് p raised to k ഈക്വൽ ടു p raised to k മൈനസ് p raised to k-1. p raised to k കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു p raised to k ഇൻറ്റു 1 മൈനസ് 1/p എന്ന് കിട്ടും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ തിയറം 2 പ്രൂവ് ചെയ്യുവാൻ ആവശ്യമായ ഒരു റിസൾട്ടാണ് നെക്സ്റ്റ് ലെമ്മയിൽ പറയുന്നത്. ലെമ്മ ഗിവൺ ഇൻറ്റിജേഴ്സ് എ ബി സി ജി സി ഡി ഓഫ് എ കോമ ബി സി ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആൻഡ് ജി സി ഡി ഓഫ് എ സി ഈക്വൽ ടു 1. അതായത് എ ബി സി ഇവ 3 ഇൻറ്റിജേഴ്സ്. ദെൻ എയും പ്രൊഡക്റ്റ് ബി സിയും റിലേറ്റീവ്ലി പ്രൈം ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻ കണ്ടീഷനാണ് എയും ബിയും അതുപോലെ എയും സിയും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുക എന്നുള്ളത്.
ആദ്യം ജി സി ഡി ഓഫ് എ കോമ ബി സി ഈക്വൽ ടു 1 ആണെന്ന് അസ്യൂം ചെയ്യുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 എന്നും ജി സി ഡി ഓഫ് എ സി ഈക്വൽ ടു 1 എന്നുമാണ്. ലെറ്റ് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു D1 ആൻഡ് ജി സി ഡി ഓഫ് എ സി ഈക്വൽ ടു D2 where D1 and D2 greater than or equal to 1. ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു D1 ആയതുകൊണ്ട് D1 ഡിവൈഡ്സ് എ ആൻഡ് D1 ഡിവൈഡ്സ് ബി. D1 ബിയുടെ ഒരു ഫാക്ടർ ആണെങ്കിൽ D1 ബി സിയുടെയും ഒരു ഫാക്ടർ ആയിരിക്കും. therefore D1 ഡിവൈഡ്സ് എ ആൻഡ് D1 ഡിവൈഡ്സ് ബി സി. സോ D1 എയുടെയും ബി സിയുടെയും ഒരു കോമൺ ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ ജി സി ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D1 ആയിരിക്കും. ജി സി ഡി ഓഫ് എ കോമ ബി സി ഈക്വൽ ടു 1 ആയതുകൊണ്ട് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു D1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് D1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. D1 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് ഇതിൽ നിന്നും D1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സിമിലർലി ജി സി ഡി ഓഫ് എ കോമ സി ഈക്വൽ ടു D2 ആയതുകൊണ്ട് D2 ഡിവൈഡ്സ് എ ആൻഡ് D2 ഡിവൈഡ് സി. ദെൻ D2 ഡിവൈഡ് സി ആയതുകൊണ്ട് D2 ഡിവൈഡ്സ് ബി സി. സോ എയുടെയും ബി സിയുടെയും ഒരു കോമൺ ഫാക്ടർ ആയിരിക്കും D2, which implies D2 less than or equal to GCD of A comma BC, that is D2 less than or equal to 1. D2 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആയതുകൊണ്ട് D2 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ GCD of A comma B ഈക്വൽ ടു D1 which is equal to 1 and GCD of A comma C which is equal to D2 which is equal to 1. സോ GCD of A comma BC ഈക്വൽ ടു 1 ആണെങ്കിൽ GCD of A comma Bയും GCD of A comma Cയും 1 ആയിരിക്കും. Conversely, suppose that GCD of AB equal to 1 and GCD of AC equal to 1. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് GCD of A, BC equal to 1 എന്നാണ്. Let GCD of A, BC equal to D where D greater than or equal to 1. If possible, assume that D greater than 1. Then ഒന്നുകിൽ D ഒരു പ്രൈം നമ്പർ ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും. ഏത് കേസിലായാലും ഡിക്ക് ഒരു പ്രൈം ഡിവൈസർ പി എങ്കിലും ഉണ്ടായിരിക്കും. ജി സി ഡി ഓഫ് എ കോമ ബി സി ഈക്വൽ ടു ഡി ആയതുകൊണ്ട് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി സി. പി ഡിയുടെ ഒരു ഡിവൈസർ ആയതുകൊണ്ട് ഇതിൽ നിന്നും പി ഡിവൈഡ്സ് എ ആൻഡ് പി ഡിവൈഡ്സ് ബി സി. ദെൻ ഒരു പ്രൈം നമ്പർ പി രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവയിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെയെങ്കിലും ഫാക്ടർ ആയിരിക്കും പി. സോ പി ഡിവൈഡ്സ് ബി സി എന്നുള്ളതിൽ നിന്നും എയ്തർ പി ഡിവൈഡ്സ് ബി ഓർ പി ഡിവൈഡ്സ് സി എന്ന് കിട്ടും. Therefore P divides A and P divides B or P divides C, which implies P divides A and P divides B or P divides A and P divides C. സോ ഒന്നുകിൽ P എയുടെയും ബിയുടെയും ഒരു കോമൺ ഫാക്ടർ ആയിരിക്കും, അതല്ലെങ്കിൽ എയുടെയും സിയുടെയും കോമൺ ഫാക്ടർ ആയിരിക്കും. which implies either GCD of AB greater than or equal to P or GCD of AC greater than or equal to P. P ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് P greater than 1 ആയിരിക്കും. So either GCD of AB greater than 1 or GCD of AC greater than 1. ഇത് നമ്മുടെ ഹൈപ്പോത്തസിസിനോട് ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം GCD of AB equal to 1 and GCD of AC equal to 1 എന്നും കോൺവേർട്സ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ D greater than 1 എന്നുള്ളത് പോസിബിൾ അല്ല. therefore D equal to 1. that is GCD of A, BC equal to 1. ഇതാണ് നമുക്ക് കോൺവേർട്സ് പാർട്ടിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഫൈ ഫംഗ്ഷൻ ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്നാണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 2, ദി ഫംഗ്ഷൻ ഫൈ ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഇത് പ്രൂവ് ചെയ്യുവാൻ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്താലും ഫൈ ഓഫ് എം ഇൻറ്റു എൻ ഈക്വൽ ടു ഫൈ ഓഫ് എം ഇൻറ്റു ഫൈ ഓഫ് എൻ എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള രണ്ട് ആർബിട്രറി ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്യുന്നു. ഫൈ ഓഫ് 1 ഈക്വൽ ടു 1 ആയതുകൊണ്ട് എമ്മോ എന്നോ 1 ആണെങ്കിൽ ഈ റിസൾട്ട് ട്രിവിയൽ ആയിട്ട് ഹോൾഡ് ചെയ്യും. സോ അസ്യൂം ദാറ്റ് എം ഗ്രേറ്റർ ദാൻ 1 ആൻഡ് എൻ ഗ്രേറ്റർ ദാൻ 1. നൗ 1 മുതൽ എം എൻ വരെയുള്ള ഇൻറ്റിജേഴ്സിനെ എം കോളംസ് ആയിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്യുക. ഓരോ കോളത്തിലും എൻ ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. ആ അറേഞ്ച്മെൻറ്റ് ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് റോ 1, 2 എക്സെട്ര ആർ എക്സെട്ര എം. സെക്കൻഡ് റോ എം പ്ലസ് 1 എം പ്ലസ് 2 etc. m plus r etc. to m. Third row 2m plus 1 2m plus 2 etc. 2m plus r etc. 3m etc. Last row that is nth row n minus 1 into m plus 1 n minus 1 into m plus 2 etc. n minus 1 into m plus r etc. nm. So ഇവിടെ ഫസ്റ്റ് കോളത്തിലെ മെമ്പേഴ്സ് 1 m plus 1 2m plus 1 etc. n minus 1 into m plus 1.
സെക്കൻഡ് കോളത്തിലെ മെമ്പേഴ്സ് 2 m+2 2m+2 എക്സെട്ര n-1 ഇൻറ്റു m+2. ജനറലായിട്ട് പറയുമ്പോൾ ആർത്ത് കോളത്തിലെ മെമ്പേഴ്സ് r m+r 2m+r എക്സെട്ര n-1 ഇൻറ്റു m+r. ഇതുപോലെ m കോളംസ് ഉണ്ട്. ഓരോ കോളത്തിലും n ഇൻറ്റിജേഴ്സും. ദെൻ നമുക്കറിയാം ഫൈ ഓഫ് mn എന്നുള്ളത് എബോ അറേയിലുള്ള mn ഇൻറ്റിജേഴ്സിൽ mnനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പറാണെന്ന്. നമ്മൾ പ്രീവിയസ് ലെമ്മയിൽ പ്രൂവ് ചെയ്തിരുന്നു. എ ബി സിയോട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ ബിയോടും സിയോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുമെന്നും, നേരെ തിരിച്ച് എ ബിയോടും സിയോടും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ എ ബി സിയോടും റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുമെന്നും. ഇത് യൂസ് ചെയ്താൽ mnനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എല്ലാ ഇൻറ്റിജേഴ്സും mനോടും nനോടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കുമെന്ന് കിട്ടും. സോ mnനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നതിന് പകരം ബോത്ത് m ആൻഡ് nനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. ദെൻ ഇവിടെയുള്ള m കോളംസിൽ ആർബിട്രറി ആയിട്ട് ആർത്ത് കോളം ചൂസ് ചെയ്താൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. ആ കോളത്തിലെ മെമ്പേഴ്സ് ഇതുപോലെ ആയിരിക്കും. r m+r 2m+r എക്സെട്ര n-1 ഇൻറ്റു m+r. ദെൻ ഏതൊരു ഇൻറ്റിജർ q ചൂസ് ചെയ്താലും q ഇൻറ്റു m mൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് GCD ഓഫ് qm+r m GCD ഓഫ് r m സെയിം ആയിരിക്കും. സോ ആർത്ത് കോളത്തിലുള്ള മെമ്പേഴ്സ് mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം എന്നുണ്ടെങ്കിൽ r mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. GCD ഓഫ് r m ഈക്വൽ ടു 1 ആണെങ്കിൽ ആർത്ത് കോളത്തിലെ എല്ലാ മെമ്പേഴ്സും mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഇത്തരത്തിൽ 1 മുതൽ m വരെയുള്ള ഇൻറ്റിജേഴ്സിൽ mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ ഫൈ ഓഫ് m ആയതുകൊണ്ട് GCD ഓഫ് r m ഈക്വൽ ടു 1 വരുന്ന വിധത്തിൽ ആറിന് എക്സാക്ട്ലി ഫൈ ഓഫ് m ചോയ്സസ് ആണുള്ളത്. സോ m കോളംസിൽ ഫൈ ഓഫ് m കോളംസ് മാത്രമാണ് mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ. അതുപോലെ ഈ ഫൈ ഓഫ് m കോളംസിലെ എല്ലാ മെമ്പേഴ്സും mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ഓരോ കോളത്തിലും n ഇൻറ്റിജേഴ്സ് ഉണ്ട്. സോ 1 മുതൽ mn വരെയുള്ള ഇൻറ്റിജേഴ്സിൽ mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഫൈ ഓഫ് m ഇൻറ്റു n ഇൻറ്റിജേഴ്സ് ആണുള്ളത്. നമുക്ക് ആവശ്യം mനോടും nനോടും റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണമാണ്. സോ mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഈ ഫൈ ഓഫ് m ഇൻറ്റു n ഇൻറ്റിജേഴ്സിൽ എത്ര ഇൻറ്റിജേഴ്സ് nനോട് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് നോക്കാം. GCD ഓഫ് r m ഈക്വൽ ടു 1 ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ് r എന്ന് വിചാരിക്കുക. ദെൻ ആർത്ത് കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും mനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. ദെൻ ആ കോളത്തിലെ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് km+rഉം jm+rഉം ചൂസ് ചെയ്യുക. വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ലെസ് ദാൻ j ലെസ് ദാൻ n. ദെൻ km+r കോൺഗ്രുവൻറ്റ് ടു jm+r മോഡുലോ n എന്ന് അസ്യൂം ചെയ്യുക, വിച്ച് ഇംപ്ലൈസ് km കോൺഗ്രുവൻറ്റ് ടു jm മോഡുലോ n. ദെൻ എമ്മും എന്നും റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് m ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ k കോൺഗ്രുവൻറ്റ് ടു j മോഡുലോ n എന്ന് കിട്ടും. ദാറ്റ് ഈസ് k മൈനസ് j ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n. kയും jയും ലെസ് ദാൻ n ആയിട്ടുള്ള നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും രണ്ടും ഡിസ്റ്റിങ്ക്റ്റും ആയതുകൊണ്ട് k മൈനസ് j ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n എന്നുള്ളത് പോസിബിൾ അല്ല. സോ km+r കോൺഗ്രുവൻറ്റ് ടു jm+r മോഡുലോ n എന്നുള്ളത് ഹോൾഡ് ചെയ്യുകയില്ല. അതായത് ആർത്ത് കോളത്തിലെ ഏത് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് ചൂസ് ചെയ്താലും അവ കോൺഗ്രുവൻറ്റ് മോഡുലോ n-ലായിരിക്കുകയില്ല. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ആർത്ത് കോളത്തിലെ n എലമെൻറ്റ്സും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് ആണ് ലീവ് ചെയ്യുന്നത്. ഏതൊരു ഇൻറ്റിജറിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡറിന് ആകെ n ചോയ്സസ് ആണുള്ളത്, 0 മുതൽ n-1 വരെയുള്ള ഇൻറ്റിജേഴ്സ്. ഇവിടെ ആർത്ത് കോളത്തിൽ ടോട്ടൽ n ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഓരോ ഇൻറ്റിജറിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് റിമൈൻഡേഴ്സ് ആണ് കിട്ടുന്നത്. സോ ആ റിമൈൻഡേഴ്സ് 0 മുതൽ n-1 വരെയുള്ള ഇൻറ്റിജേഴ്സ് ആയിരിക്കും ഏതെങ്കിലും ഒരു ഓർഡറിൽ. Thus the elements of rth column are congruent modulo n2 0 1 2 3 etc to n-1 in some order. നമുക്കറിയാം s congruent to t മോഡുലോ n ആണെങ്കിൽ GCD ഓഫ് s, n ഈക്വൽ ടു 1 ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് GCD ഓഫ് t, n ഈക്വൽ ടു 1 എന്നുള്ളത്. സോ ആർത്ത് കോളത്തിലുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനിലുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പറും സെറ്റ് 0 1 2 3 എക്സെട്ര ടു n-1 ഈ സെറ്റിലുള്ള എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പറും സെയിം ആയിരിക്കും.
0 മുതൽ n വരെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ കളക്ഷനിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഫൈവ് ഓഫ് n ഇൻറ്റിജേഴ്സ് ആണ് ഉള്ളത്. സോ ആർത്ത് കോളത്തിലും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഫൈവ് ഓഫ് n ഇൻറ്റിജേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമ്മൾ ചൂസ് ചെയ്ത ഓരോ കോളത്തിലും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഫൈവ് ഓഫ് n ഇൻറ്റിജേഴ്സ് ഉണ്ടായിരിക്കും. ഈ എല്ലാ ഇൻറ്റിജേഴ്സും എമ്മിനോടും റിലേറ്റീവ്ലി പ്രൈമായിരിക്കും. കാരണം GCD ഓഫ് R, M ഈക്വൽ ടു 1 ആണെങ്കിൽ ആർത്ത് കോളത്തിലെ എല്ലാ എലമെൻറ്റ്സും എമ്മിനോട് റിലേറ്റീവ്ലി പ്രൈമായിരിക്കും. ആ കോളത്തിലെ ഫൈവ് ഓഫ് n എലമെൻറ്റ്സ് എന്നിനോടും റിലേറ്റീവ്ലി പ്രൈമായിരിക്കും. ഇതുപോലെ ഫൈവ് ഓഫ് m കോളംസ് ഉണ്ട്. സോ ബോത്ത് m ആൻഡ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ എണ്ണം ഫൈവ് ഓഫ് m ഇൻറ്റു ഫൈവ് ഓഫ് n ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫൈവ് ഓഫ് mn എന്നുള്ളത് ബോത്ത് m ആൻഡ് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ ആണെന്ന്. സോ ഫൈവ് ഓഫ് mn ഈക്വൽ ടു ഫൈവ് ഓഫ് m ഇൻറ്റു ഫൈവ് ഓഫ് n. ഇത് റിലേറ്റീവ്ലി പ്രൈമായിട്ടുള്ള ഏത് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എമ്മും എന്നും ചൂസ് ചെയ്താലും ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. ദെയർഫോർ ഫൈവ് ഈസ് എ മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1ൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ നിന്നും ഫൈവ് ഓഫ് n കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നെക്സ്റ്റ് തിയറത്തിൽ ഡിറൈവ് ചെയ്യുന്നത്. തിയറം 3, ഇഫ് n ഈക്വൽ ടു p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ് ടു kr ഈസ് ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് n ഗ്രേറ്റർ ദാൻ 1, ദെൻ ഫൈവ് ഓഫ് n ഈക്വൽ ടു p1 റേസ് ടു k1 മൈനസ് p1 റേസ് ടു k1 മൈനസ് 1 ഇൻറ്റു p2 റേസ് ടു k2 മൈനസ് p2 റേസ് ടു k2 മൈനസ് 1 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pr റേസ് ടു kr മൈനസ് pr റേസ് ടു kr മൈനസ് 1 which is equal to p1 raised to k1 into p2 raised to k2 into etc. into pr raised to kr into 1 minus 1 by p1 into 1 minus 1 by p2 into etc. into 1 minus 1 by pr, which is equal to n into 1 minus 1 by p1 into 1 minus 1 by p2 into etc. into 1 minus 1 by pr. ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഇവിടെ ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസിലാണ്, അതായത് ആറിലാണ്. r ഈക്വൽ ടു 1 ആണെങ്കിൽ n ഈക്വൽ ടു p1 റേസ് ടു k1 എന്നുള്ള ഫോമിലായിരിക്കും. ദെൻ ഈ കേസിൽ ഫൈവ് ഓഫ് n ഈക്വൽ ടു ഫൈവ് ഓഫ് p1 റേസ് ടു k1 ഈക്വൽ ടു p1 റേസ് ടു k1 മൈനസ് p1 റേസ് ടു k1 മൈനസ് 1 എന്ന് തിയറം 1ൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. സോ r ഈക്വൽ ടു 1ന് ഈ റിസൾട്ട് ട്രൂ ആണ്. ദെൻ r ഈക്വൽ ടു iക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ഫൈവ് ഓഫ് p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു etc. into pi raised to ki equal to p1 raised to k1 minus p1 raised to k1 minus 1 into p2 raised to k2 minus p2 raised to k2 minus 1 into etc. into pi raised to ki minus pi raised to ki minus 1. Now prime factorizationലുള്ള എല്ലാ പ്രൈംസും ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് GCD of p1 raised to k1 into p2 raised to k2 into etc. into pi raised to ki, pi plus 1 raised to ki plus 1 equal to 1 ആയിരിക്കും. ഫൈവ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രീവിയസ് ഇയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. സോ ഫൈവ് ഓഫ് p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pi റേസ് ടു ki ഇൻറ്റു pi പ്ലസ് 1 റേസ് ടു ki പ്ലസ് 1 ഈക്വൽ ടു ഫൈവ് ഓഫ് p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു pi റേസ് ടു ki ഇൻറ്റു pi പ്ലസ് 1 റേസ് ടു ki പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു ഫൈവ് ഓഫ് p1 റേസ് ടു k1 ഇൻറ്റു p2 റേസ് ടു k2 ഇൻറ്റു etc. into pi raised to ki into phi of pi plus 1 raised to ki plus 1. Then induction hypothesis യൂസ് ചെയ്താൽ phi of p1 raised to k1 into p2 raised to k2 into etc. into pi raised to ki equal to p1 raised to k1 minus p1 raised to k1 minus 1 into p2 raised to k2 minus p2 raised to k2 minus 1 into etc. into pi raised to ki minus pi raised to ki minus 1 എന്ന് കിട്ടും. ഓൾസോ തിയറം 1 അപ്ലൈ ചെയ്താൽ phi of pi plus 1 raised to ki plus 1 equal to pi plus 1 raised to ki plus 1 minus pi plus 1 raised to ki plus 1 minus 1 എന്ന് കിട്ടും. ഇവിടെ i plus 1 ഇൻഡിസസ് ആണ്. ദെൻ ഈ രണ്ട് റിസൾട്ട്സും യൂസ് ചെയ്താൽ phi of p1 raised to k1 into p2 raised to k2 into etc. into pi raised to ki into pi plus 1 raised to ki plus 1 equal to p1 raised to k1 minus p1 raised to k1 minus 1 into p2 raised to k2 minus p2 raised to k2 minus 1 into etc. into pi raised to ki minus pi raised to ki minus 1 into pi plus 1 raised to ki plus 1 minus pi plus 1 raised to ki plus 1 minus 1 എന്ന് കിട്ടും. സോ r ഈക്വൽ ടു i plus 1നും ഈ റിസൾട്ട് ട്രൂ ആണ്. ദെൻ ബൈ ഇൻഡക്ഷൻ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ 1
with n equal to p1 raised to k1 into p2 raised to k2 into etc. into pr raised to kr. Phi of n equal to p1 raised to k1 minus p1 raised to k1 minus 1 into p2 raised to k2 minus p2 raised to k2 minus 1 into etc. into pr raised to kr minus pr raised to kr minus 1. Then ith ബ്രാക്കറ്റിൽ നിന്നും പി എ റേസ്റ്റ് കെ ഐ കോമൺ ആയിട്ട് എടുത്താൽ ഫൈ ഓഫ് എൻ ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി വൺ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ആർ എന്ന് കിട്ടും. ദെൻ പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ഈക്വൽ ടു എൻ ആയതുകൊണ്ട് ഫൈ ഓഫ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി വൺ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ആർ എന്ന് കിട്ടും. ഈ ലാസ്റ്റ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആ നമ്പറിനേക്കാൾ താഴെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കുന്നത്. സോ ഇതാണ് നമുക്ക് ഈ തിയറത്തിൽ പ്രൂവ് ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 1500 ആൻഡ് പ്രൈം ടു ഇറ്റ്. 1500നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആ നമ്പറിനേക്കാൾ താഴെയുള്ള ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്താം. 1500 ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 5 ക്യൂബ് ആണ്. ദെൻ പ്രീവിയസ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു എൻ ഈക്വൽ ടു പി വൺ റേസ്റ്റ് കെ വൺ ഇൻറ്റു പി ടു റേസ്റ്റ് കെ ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു പി ആർ റേസ്റ്റ് കെ ആർ ആണെങ്കിൽ ഫൈ ഓഫ് എൻ ഈക്വൽ ടു എൻ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി വൺ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ടു ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ആർ ആണെന്ന്. ഇവിടെ തന്നിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ കാനോനിക്കൽ ഫോമിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണുള്ളത്, 2, 3 ആൻഡ് 5. സോ ടേക്ക് പി വൺ ഈക്വൽ ടു 2, പി ടു ഈക്വൽ ടു 3 ആൻഡ് പി ത്രീ ഈക്വൽ ടു 5. ദെൻ പ്രീവിയസ് തിയറത്തിലെ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഫൈ ഓഫ് 1500 ഈക്വൽ ടു 1500 ഇൻറ്റു 1 മൈനസ് 1 ബൈ പി വൺ ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ടു ഇൻറ്റു 1 മൈനസ് 1 ബൈ പി ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു 1500 ഇൻറ്റു 1 മൈനസ് 1 ബൈ 2 ഇൻറ്റു 1 മൈനസ് 1 ബൈ 3 ഇൻറ്റു 1 മൈനസ് 1 ബൈ 5 വിച്ച് ഇസ് ഈക്വൽ ടു 400. അതാണ് തന്നിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജറിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ആ നമ്പറിനേക്കാൾ താഴെയുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ നമ്പർ. ഇത് കണ്ടുപിടിക്കാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.